സലിം രാജ് ഉൾപ്പെടുന്ന ഭൂമി തട്ടിപ്പ് കേസിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർ ക്രമക്കേടിന് കൂട്ടുനിന്നതായി വ്യക്തമായിട്ടുണ്ട്. എന്നിട്ടും ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി ഉറപ്പാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. കളമശ്ശേരി ഭൂമി ഇടപാട് കേസിൽ അഡീഷണൽ തഹസീൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരെ സസ്പെൻഡ് ചെയ്തുവെന്നും 3 പേർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചുവെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഈ സമയത്ത് ഉദ്യോഗസ്ഥർ അതേ സ്ഥാനത്ത് തന്നെ ഇപ്പോഴും തുടരുകയാണെന്ന് ഹർജി ഭാഗം ബോധിപ്പിച്ചു. തുടർന്നാണ് ക്രമക്കേട് നടന്നുവെന്നതിന് തെളിവ് ലഭിച്ചിട്ടും ഉദ്യോഗസ്ഥർ അതത് സ്ഥാനങ്ങളിൽ തുടരാൻ അനുവദിക്കുന്നത് ഉചിതമല്ലെന്ന് കോടതി വ്യക്തമാക്കിയത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടി വിജിലൻസ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. കളമശ്ശേരി ഭൂമി ഇടപാടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുവെങ്കിലും കടകംപള്ളി കേസിൽ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. ഇക്കാര്യത്തിൽ ചില അവ്യക്തതകൾ ഇല്ലാതാക്കാനുണ്ട് എന്നായിരുന്നു സർക്കാരിൻ്റെ മറുപടി. കേസുകൾ CBI അന്വേഷണത്തിന് വിടണമെന്ന ഹർജി അന്തിമവാദത്തിനായി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി എടുത്തുവെന്നറിയിക്കാൻ ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ